ചെറിയൊരു ടിപ്സ് ഞാൻ ഇട്ടപ്പോഴേക്കും നിങ്ങളുടെ വ്യൂവേഴ്സ് അതെല്ലാം ഭയങ്കരമായിട്ട് അക്സെപ്റ്റ് ചെയ്തു. അപ്പോൾ എനിക്ക് എന്ത് ചെയ്ത് ഇൻട്രസ്റ്റ് ആയി അടുത്തൊരു ടിപ്പ് കൂടി തരാനായിട്ട്. അപ്പോൾ ഇതും നിങ്ങളൊന്ന് ട്രൈ ചെയ്യുക. അറിയുന്ന ആളുകളുണ്ടാവും, എങ്കിൽ മിണ്ടാതിരുന്നോളൂ. അറിയാത്ത ആളുകൾക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ പറയുന്നത്. പക്ഷെ എന്തായാലും ഭയങ്കര 10,000 മോർ, എനിക്ക് തോന്നുന്നു 15,000ഓളം എൻ്റെ വീഡിയോസ് ഒരുപാട് പേര് വാച്ച് ചെയ്തു. അപ്പോൾ ഇതെന്താണെന്നുള്ളതാണ് അല്ലേ, നമ്മളിപ്പോൾ എല്ലാവരും നമ്മൾ കസ്റ്റം ചെയ്യുന്ന ആളുകളാണ് അല്ലേ. കസ്റ്റം ചെയ്യുമ്പോൾ ചിലപ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ട ബീഡ്സൊക്കെ പിടിപ്പിക്കണമെങ്കിൽ നമുക്ക് കുറച്ച് ഹാക്സൊക്കെ അറിയണം. അപ്പോൾ അങ്ങനെ ഒരു ഹാക്സാണ് ഇതിപ്പോൾ നമ്മുടെ ഒരു കുർത്തിയിൽ ഇതിങ്ങനെ ഭംഗിയായിട്ട് പിടിപ്പിച്ചു. പക്ഷേ ഇതിനൊരു ടിപ്സ് ഉണ്ട് കേട്ടോ, ഒന്ന് പറഞ്ഞു കൊടുത്തേ. എന്തായിരുന്നു ആ ട്രിക്സ്? നമ്മൾ ഈ ബോൾ വെക്കുമ്പോൾ എന്താ ചെയ്യുന്നത്? ഈ ഗമ്മോ ഒന്ന് പറയൂ. അതെ, ഫസ്റ്റ് ഈ ഗമ്മ നമ്മൾ നോട്ട് ചെയ്ത് വെക്കുക എവിടെയൊക്കെ വെക്കേണ്ടതെന്നുള്ളത്. അവിടെ ജസ്റ്റ് ഒരു ഡോട്ട്. എന്തെങ്കിലും മെഷർമെന്റ് ഉണ്ടോ നമുക്ക് ഇങ്ങനെ വെക്കുമ്പോൾ? അത് നമ്മുടെ ഡിസ്റ്റൻസ് അനുസരിച്ച് നമുക്കത് വേണമെങ്കിൽ 1 ഇഞ്ച് വെക്കാം, 1.5 വെക്കാം. അത് ഓരോരുത്തരുടെ ഇഷ്ടമാണ് വെക്കുന്നതിനനുസരിച്ച്. ഈ ബീഡ് തന്നെ വെക്കണം എന്നില്ല, അത് ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ച് വലിപ്പം ചെറുപ്പമൊക്കെ വെക്കാം, കളേഴ്സ് ഒക്കെ വെക്കാം. അത് ഡ്രസ്സിന് മാച്ച് ആയിട്ട് നമ്മൾ പറയുന്നത്. അതെ. അതിനുശേഷം നമ്മൾ എന്താ വെച്ചാൽ നമ്മൾ ആദ്യം ഒരു പെൻസിൽ എടുത്തിട്ട് നോട്ട് ചെയ്യുക എവിടെ വെക്കേണ്ടതെന്നുള്ളത്. അവിടെ ഇതാദ്യം ഒന്ന് ഡിപ്പ് ചെയ്ത് കൊടുക്കുക ഓരോ ആവശ്യത്തിനനുസരിച്ച്. അതിനുശേഷം അതൊരു 1 മിനിറ്റ് അങ്ങനെ തന്നെ വെക്കുക, ഒന്നും ചെയ്യരുത്. കാരണം എന്താ വെച്ചാൽ നമ്മുടെ ഈ ബോൾസിന്റെ വലിപ്പം അനുസരിച്ചിട്ടാണ് നമ്മളിത് വെക്കുന്നത്. ഈ ബോള് അതിന്റെ മേലെ ഡിപ്പ് ചെയ്ത് വെച്ചതിന് ശേഷം എന്നിട്ട് ഒരു 5 മിനിറ്റ് അത് തൊടരുത്, കാരണം അത് അതിനുശേഷം ഇത് ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്ത് നോക്കുക. അപ്പം ഇങ്ങനെ പോകുന്നില്ലെന്ന് അറിയണമെങ്കിൽ ഈ നീഡിൽ യൂസ് ചെയ്തിട്ട് ജസ്റ്റ് അത് ഓരോ നോട്ട്, ഇവിടെ ഒരു നോട്ട്, ഈ എൻഡിൽ ഒരു നോട്ട് ഉള്ളിൽ കൂടെ എടുത്തിട്ട് നോട്ട് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമുക്കത്. അതെ, എനിക്കൊക്കെ തോന്നുന്നു എത്ര വില കൂടി ഡ്രസ്സ് മേടിച്ചാലും അതിന്റെ ഷോബട്ടം പോയി അതിന്റെ ഭംഗി പോകാറുണ്ട്. എന്തായാലും ഇതൊരു നല്ല ടിപ്സ് ആണ്. പക്ഷേ ഈ ഫാബ്രിക് ഡ്രസ്സിന് സൈഡ് വേറെ ഫെയ്ഡ് ആവലൊന്നുമില്ല അല്ലേ? സേഫ് ആണല്ലേ ഈ ഫാബ്രിക്? അതെ, ഇത് നമ്മൾ ബീഡ്സ് ഒക്കെ വെക്കാനും കോമൺ ആയിട്ട് നമ്മൾ ഫാബ്രിക് എല്ലാത്തിനും യൂസ് ചെയ്യുന്നത്. പിന്നെ ഒരു കാര്യം പറയാനുള്ളത് എന്താ വെച്ചാൽ, നിങ്ങൾ തോന്നിയപ്പോഴത്തെ എൻ്റെ ഒരു സന്തോഷമാണ്. അപ്പോൾ മറക്കണ്ട, ഹാപ്പി ആണെങ്കിൽ കമൻസും അതുപോലെ തന്നെ ഷെയറും ലൈക്സും ഒക്കെ ചെയ്യുമ്പോൾ മാത്രമാണ് എനിക്ക് ഇഷ്ടപ്പെടുന്നത്. അങ്ങനെയാണ് ഞാൻ പുതിയ എപ്പിസോഡായിട്ട് വരുന്നത്. അപ്പോൾ ബൈ.